വർഗീയതയെ നേരിടേണ്ടത് മതനിരപേക്ഷത കൊണ്ടാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഭരണഘടനയെ തകർക്കാൻ ഏത് കൊലക്കൊമ്പൻ വന്നാലും സമ്മതിക്കരുതെന്നും മുഖ്യമന്ത്രി. SYS പൗരാവകാശ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. മതത്തെ മറയാക്കി വിദ്വേഷം പടർത്തുന്നവർക്കെതിരെ വിട്ടുവീഴ്ച പാടില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അവരെ വിമർശിക്കുമ്പോൾ അതൊരു വിഭാഗത്തെക്കുറിച്ചല്ല, മറിച്ച് അവർ ഉയർത്തുന്ന വർഗീയതയെക്കുറിച്ചാണ്. ഒരു വർഗീയതയെ മറുവർഗീയത കൊണ്ട് എതിർക്കാൻ കഴിയില്ല. ഭൂരിപക്ഷ ന്യൂനപക്ഷ വർഗീയത പരസ്പര പൂരകങ്ങളാണ്. ഇരുട്ടിനെ ഇരുട്ടുകൊണ്ട് നേരിട്ടാൽ ഫലം കൂരിരുട്ടാവും. വർഗീയതയെ നേരിടേണ്ടത് മതനിരപേക്ഷത കൊണ്ടാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഭൂരിപക്ഷ വർഗീയതയെ ന്യൂനപക്ഷ വർഗീയത കൊണ്ട് എതിർക്കാൻ കഴിയുമോ? അങ്ങനെ ഒരു വർഗീയതയെ മറ്റൊരു വർഗീയത ഉപയോഗിച്ച് എതിർക്കാൻ പുറപ്പെട്ടാൽ വർഗീയമായിട്ടുള്ള പ്രശ്നങ്ങൾ അവസാനിക്കില്ല. എപ്പോഴും ന്യൂനപക്ഷങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ അത് ചോദ്യം ചെയ്യപ്പെടേണ്ടതും എതിർക്കപ്പെടേണ്ടതും തന്നെയാണ്. പക്ഷേ മതനിരപേക്ഷ ജനാധിപത്യ ഇടതുപക്ഷ ചേരിയുടെ ഭാഗമായി നിന്നുകൊണ്ടായിരിക്കണം ആ ചോദ്യം ചെയ്യൽ. അല്ലാതെ മറ്റേ ഭൂരിപക്ഷ വർഗീയത സ്വീകരിക്കുന്ന അതേ സമ്പ്രദായങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ചോദ്യം ചെയ്യാൻ പുറപ്പെട്ടാൽ അത് ആത്മഹത്യാപരമായിരിക്കും. ഭരണഘടനയെ തകർക്കാൻ ഏത് കൊലകൊമ്പൻ വന്നാലും സമ്മതിക്കരുതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പൗരാവകാശ സമ്മേളനത്തിൽ AP അബൂബക്കർ മുസ്ലിയാർ അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് ഹാരിസ് പീരാൻ MP, KK രാമചന്ദ്രൻ MLA, TN പ്രതാപൻ, ഡോക്ടർ ഹുസൈൻ സഖാഫി ചുള്ളിക്കാട്, A സൈഫുദ്ദീൻ ഷാജി എന്നിവർ സംസാരിച്ചു. കൈരളി ന്യൂസ്, തൃശൂർ.